നിങ്ങൾക്കറിയാമോ, ഇസ്രയേലിനെ പരസ്യമായി വിമർശിക്കുന്ന പല മുസ്ലിം രാജ്യങ്ങളും ലോകശക്തികളും ഇസ്രയേലുമായി നടത്തുന്ന വ്യാപാരത്തിന്റെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്തുകൊണ്ടാണ് യുദ്ധത്തിനിടയിലും ലോകം ഇസ്രയേലിന് പിന്നാലെ പായുന്നത്? രാഷ്ട്രീയ ശത്രുതയേക്കാൾ വലുതാണോ സാമ്പത്തിക താല്പര്യങ്ങൾ? ഗൂഗിളും എൻവിഡിയയും മുതൽ തുർക്കിയും ഈജിപ്തും വരെ നീളുന്ന ഇസ്രയേലിന്റെ അവിശ്വസനീയമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കഥയാണിത്. പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ അയൽരാജ്യമായ ഈജിപ്ത് എന്നും ഫലസ്തീൻ വിഷയത്തിൽ വലിയ നിലപാടുകൾ എടുക്കുന്ന രാജ്യമാണ്. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. കഴിഞ്ഞ വർഷം മാത്രം 35,000 കോടി ഭീമമായ വാതക കരാറാണ് ഈജിപ്ത് ഇസ്രയേലുമായി ഒപ്പുവെച്ചത്. ഇസ്രയേലിലെ ലെവിയാത്തൻ മേഖലയിൽ നിന്നുള്ള ഗ്യാസ് ഈജിപ്തിലേക്ക് എത്തുമ്പോൾ അത് ഇസ്രയേൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വാതക കയറ്റുമതിയായി മാറുകയാണ്. 1979 സമാധാന കരാറിൽ ഒപ്പിട്ടെങ്കിലും വെറും ഡിപ്ലോമാറ്റിക് റിലേഷൻ മാത്രമാണെന്ന് പറയുന്ന ഈജിപ്ത് ഊർജ്ജ കാര്യത്തിൽ ഇസ്രയേലിനെ ഇത്രത്തോളം ആശ്രയിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. യുദ്ധം നടക്കുമ്പോഴും ലോകത്തെ ടെക് ഭീമന്മാർക്ക് ഇസ്രയേൽ ഇല്ലാതെ പറ്റില്ല. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 2025 ലോകത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു സൈബർ സുരക്ഷാ കമ്പനിയായ വിസ് ഗൂഗിൾ സ്വന്തമാക്കിയത്. ഏകദേശം 32,000 കോടി ഡോളറിനാണ് ഈ ഇസ്രയേലി കമ്പനിയെ ഗൂഗിൾ വാങ്ങിയത്. ഇതുകൊണ്ടൊന്നും ഇരുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ രാജാവായ എൻവിഡിയ തങ്ങളുടെ ഏറ്റവും വലിയ AI ഡാറ്റാ സെന്റർ സ്ഥാപിക്കാൻ ഇസ്രയേലിനെയാണ് തിരഞ്ഞെടുത്തത്. 150 കോടിയുടെ കരാർ. സൈബർ സെക്യൂരിറ്റി മുതൽ AI വരെ ലോകത്തിന്റെ ഡിജിറ്റൽ ഭാവി ഇസ്രയേലി കമ്പനികളുടെ കൈകളിലാണെന്ന് ചുരുക്കം. പ്രതിരോധ മേഖലയിലെ ആധിപത്യം, അതായത് ജർമ്മനിയും ആരോ 3യും യൂറോപ്പിലെ കരുത്തരായ ജർമ്മനി തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇസ്രയേലിനെയാണ് വിശ്വസിക്കുന്നത്. 650 കോടി ഡോളർ മുടക്കി ഇസ്രയേലിന്റെ ആരോ 3 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനാണ് ജർമ്മനിയുടെ തീരുമാനം. ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി കരാറാണിത്. യുദ്ധം വിൽക്കുന്ന രാജ്യം എന്ന പേരുദോഷമുണ്ടെങ്കിലും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇസ്രയേലിന് വെല്ലാൻ ആരുമില്ലെന്ന യാഥാർത്ഥ്യം ലോകരാജ്യങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുകയാണ്. ഇസ്രയേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ നടത്തുന്ന നേതാവാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ, അല്ലേ? എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം 2019 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 3,570 കോടി വ്യാപാരമാണ് തുർക്കിയും ഇസ്രയേലും തമ്മിൽ നടത്തിയത്. ഇസ്രയേലിന്റെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് തുർക്കി. അതുപോലെ തന്നെ UAE 590 കോടി ഡോളറിന്റെ, അസർബൈജാൻ 630 കോടി ഡോളർ. ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇസ്രയേലുമായി ശക്തമായ സാമ്പത്തിക ബന്ധം പുലർത്തുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം 2,270 കോടി ഡോളറിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ലോക രാഷ്ട്രീയത്തിൽ വിദേശ നയവും വ്യാപാര നയവും 2 വ്യത്യസ്ത തട്ടുകളിലാണുള്ളത്. ലോകത്തെ ഏറ്റവും മികച്ച ഹാക്കിംഗ് പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെതാണ്. പരീക്ഷിക്കപ്പെട്ട ആയുധങ്ങൾ വാങ്ങാനായി രാജ്യങ്ങൾ മത്സരിക്കുകയാണ്. സിലിക്കൺ വാലി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബും ഇസ്രയേലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിനെ ഉപരോധിക്കണമെന്ന് ജനങ്ങൾ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഭരണകൂടങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇസ്രയേലുമായി കൈകോർക്കുന്നു എന്ന് സാരം. അപ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ കേവലം പുറമോടി മാത്രമാണോ, അതോ രാജ്യാന്തര ബന്ധങ്ങളിൽ വികാരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ബിസിനസ്സിനാണോ? ഈ കണക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?